EMI-ക്ക് നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് നമ്മൾ മാൻഡേറ്റ് ചെയ്യാറുണ്ട്. അതായത് തിരിച്ചടവിനെ കുറിച്ച് നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കാറുണ്ട്. ഈ ഉറപ്പ് ലംഘിക്കുന്നതിന്റെ ഫലമായിട്ട് ഫിനാൻസ് ചെയ്യുന്ന സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ബാങ്കും നമുക്ക് ഫൈൻ ഇടും. ഈ ഫൈനിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫിനാൻസർ ഫൈൻ. ഫിനാൻസർ ഫൈൻ എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ വരുള്ളൂ. നമ്മളൊരു നിശ്ചയ ഡേറ്റ് അവരുമായി മാൻഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ മാൻഡേറ്റ് 1-ാം തീയതിയോ 2-ാം തീയതിയോ 3-ാം തീയതിയോ 4-ാം തീയതിയോ ആ ഡേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഫിനാൻസർ ഒരു തവണ ഫൈൻ ഇടും. രണ്ടാമത്തെ ഫൈൻ ബാങ്കിന്റെ ഫൈൻ. ഇതാണ് ഹെവി ഫൈൻ. നമ്മൾ മാൻഡേറ്റ് ഡേറ്റ് അതായത് 1-ാം തീയതി 2-ാം തീയതി ആ മാൻഡേറ്റ് ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഫൈൻ വരും. ബാങ്ക് ചെക്ക് ബൗൺസ് ആയ ചാർജ് വരും. പിന്നെ തൊട്ടടുത്ത ദിവസം വീണ്ടും ഫണ്ട് ഉണ്ടാവും നോക്കാൻ വേണ്ടി വീണ്ടും പ്രസന്റേഷൻ വിടും. അങ്ങനെ അന്നത്തെ ബൗൺസ് ചാർജ് വരും. അങ്ങനെ ഒരു അടവ് തെറ്റിയ ആൾക്ക് 2-3 ചെക്ക് ബൗൺസ് ചാർജ് ബാങ്കിൽ നിന്ന് വരും. ഇതിന് നമ്മൾ എങ്ങനെയെല്ലാം തടയാനുള്ള കാരണം അടുത്ത് പറയുന്നു. അതിൽ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസഫിഷ്യന്റ് ഫണ്ട്. കൃത്യമായ ഡേറ്റിന്റെ തലേന്ന് തന്നെ നമ്മൾ ക്യാഷ് കീപ്പ് ചെയ്ത് വെക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബൗൺസ് വരും. അത് 100-200 രൂപ അധികം കീപ്പ് ചെയ്യാം. രണ്ടാമത്തത് പറയുകയാണെങ്കിൽ അക്കൗണ്ട് ഫ്രീസർ ഓർ ബ്ലോക്ക്. ഈ കേസിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതായത് ഫിനാൻസറുമായി ബന്ധപ്പെട്ടിട്ട് വേഗം നമ്മൾ അക്കൗണ്ട് മാറ്റാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അടവ് ഇന്നയിക്കാനും അപ്പൊ ഇന്നെ പോയിട്ട് തലേന്ന് പോയിട്ട് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യും. അപ്പൊ ബൗൺസ് ചെക്ക് ഓൾറെഡി ബാങ്കിൽ വന്ന് കിടക്കാവും. അപ്പൊ ബാങ്കിലെ ഫൈന് വരും ചെയ്യും. ഫിനാൻസർ ഫൈൻ വരും വരും. പക്ഷെ ബാങ്കിലെ ഫൈന് വരും വരും. ചെക്ക് ബൗൺസ് ചാർജ് വരും. അപ്പൊ ഈ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്ന ആളുകള് മിനിമം ഒരു 10 ദിവസം മുന്നേ തന്നെ അഡ്വാൻസ് പേയ്മെന്റ് എല്ലാം ക്ലിയർ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ ഉയർത്താം. അതുപോലെ നമ്മൾ പർച്ചേസിംഗ് എബിലിറ്റി കൂട്ടാം. എല്ലാം ചെയ്യാം.